എല്ലാവർക്കും നമസ്കാരം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നാട്ടടവ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടടവ് 4 വരെ എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. ഇനി നാട്ടടവ് 5 എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നാട്ടടവ് 4 വരെ ചെയ്തപ്പോൾ നമ്മൾ ത്രിപതാക മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നാട്യാരംഭം പിടിച്ച് കയ്യിൽ ത്രിപതാക പിടിച്ചായിരുന്നു നമ്മൾ നാട്ടടവ് 4 വരെ ചെയ്തത്. എന്നാൽ നാട്ടടവ് 5 ചെയ്യുമ്പോൾ ആദ്യം കടകാമുഖം, അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ അളപത്മം, അത് കഴിഞ്ഞ് വീണ്ടും ത്രിപതാക. അങ്ങനെ 3 മുദ്രകൾ നാട്ടടവ് 5 ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നത് നോക്കാം. താന്നിരുന്ന് ആദ്യം നേരെ കാല് നേരെ ഫ്രണ്ടിലേക്ക് പ്രയിങ്കണം, നീട്ടി വെക്കണം. തെയ് യും ത ക. അത് കഴിഞ്ഞ് സൈഡിലേക്ക് നീട്ടി തെയ് യും ത ക. ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആയതം, പിന്നെ പ്രയിങ്കണം, പിന്നെ 2 കാലും സമം, നേരെ സമമല്ല അരമണ്ഡലത്തിൽ ഇരുന്ന് തന്നെ ചവിട്ടി, അത് കഴിഞ്ഞ് സൈഡിലേക്ക് നീട്ടി വെച്ചു, തിരിച്ച് ആ കാല് ആ പൊസിഷനിൽ തന്നെ വെക്കുന്നു, വീണ്ടും നീട്ടുന്നു, തിരിച്ച് ആ പൊസിഷനിൽ വെക്കുന്നു. അങ്ങനെയാണ് 5ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. കൈ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കൈ കടകാമുഖം വെക്കുക. അത് കഴിഞ്ഞ് തെയ് എന്ന് പറയുമ്പോൾ മുമ്പിലേക്ക്, നേരെ മുമ്പിലേക്ക് കൈകൾ നല്ലതായിട്ട് വിരലുകളെല്ലാം വിടർത്തി നേരെ മുമ്പിലേക്ക് നീട്ടുക. തെയ് യും ത ക തെയ് യും ത ഹ. ഇങ്ങനെയാണ് കൈകൾ വരുന്നത്. ഇനി കൈയും കാലും കൂടെ ഒരുമിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തെയ് എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് നീട്ടുമ്പോൾ ഈ 2 കൈകളും കാലിന്റെ 2 സൈഡിലും വരുന്നത് പോലെ നീട്ടിപ്പിടിക്കുക. തെയ് യും ത ക തെയ് യും ത ക. ഇങ്ങനെയാണ് 5ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. വലത്തെ കൈയും ഇടത്തെ കൈയും നമുക്ക് ഒരുമിച്ചൊന്ന് ചെയ്ത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തൂം തെയ് യും ത ക തെയ് യും ത ക തെയ് യും ത ക തെയ് യും ത ക. ഇങ്ങനെയാണ് 5ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. അത് 3 സ്പീഡിലും ചെയ്യണം. ഇനി നാട്ടടവ് 6 എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നാട്ടടവ് 6 ചെയ്യുമ്പോൾ ആദ്യം കൈകൾ ഇവിടെ നാട്യാരംഭം പിടിച്ചു, ത്രിപതാക തന്നെ, പിന്നെ നേരെ ഈ കൈയിലും ത്രിപതാക തന്നെ, നേരെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു. തെയ് യും ത ക തെയ് യും ത ഹ. കൈകൾ നേരെ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെയും ത്രിപതാക തന്നെയാണ് പിടിക്കുന്നത്. ഇനി സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം കാല് നേരെ ഫ്രണ്ടിലേക്ക് നീട്ടുന്നു, തെയ് യും, പിന്നെ ഈ കാല് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി വെക്കുന്നു. ഇങ്ങനെ വെക്കുന്നതിന് പറയുന്ന, ഈ നിലയ്ക്ക് പറയുന്ന പേര് സ്വസ്തികം എന്നാണ്. കാല് ഇവിടെ സ്വസ്തികം വെച്ച് ഫ്രണ്ടിലത്തെ കാല് ചവിട്ടിയിട്ട് വീണ്ടും ഈ സൈഡിലേക്ക് തെയ് യും ത ഹ. കൈയും കാലും കൂടെ ചേർത്ത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ധളം കുത്തക്കത്തി കുത്തക്കത്ത ദിങ്കിണ തൂം തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക തെയ് യും ത ഹ.
ഇങ്ങനെയാണ് നാട്ടട 6 ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നാട്ടട 5 6 ഈ ക്ലാസ്സിൽ പഠിച്ചു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും നമസ്കാരം.